ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭാഗവതത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു തുടങ്ങി. ഇന്ന് 4-ാമത്തെ അധ്യായം, ഭാഗവത മാഹാത്മ്യം 4-ാമത്തെ അധ്യായം 15 ശ്ലോകങ്ങൾ വരെയാണ് വായിച്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. അപ്പോൾ ബാക്കി സപ്താഹ യജ്ഞത്തിൽ എങ്ങനെയാണ് ആ പാപങ്ങളെല്ലാം സപ്താഹം കേട്ടതുകൊണ്ട്, ഭാഗവതം കേട്ടതുകൊണ്ട് നമ്മളുടെ പാപങ്ങളെല്ലാം ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അത് ഇല്ലാണ്ടാവണമെന്ന്. നമുക്ക് വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിന് പ്രമാണമായിട്ടൊരു കഥ കൂടി പറഞ്ഞു തരാം, പണ്ടുണ്ടായൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ആ കഥയെ പറയാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ വരെയാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ബാക്കി ഭാഗങ്ങൾ വേണ്ടതുപോലെ പാരായണം ചെയ്യാനും കേൾക്കാനും പറയാനും ഒക്കെ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ആ പാരായണം നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 4-ാം അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽ വായിക്കണം. ഇത് സംസ്കൃതത്തിലുള്ള മൂലം ഗ്രന്ഥത്തിൽ നിന്നുള്ള ശ്ലോകങ്ങളും അതുപോലെ അക്കിത്തം അച്യുതം നമ്പൂതിരി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കായിട്ട് ഭാഗവതത്തിൻ്റെ ആ ലളിതമായിട്ട് ആ ഭാഗവതം മനസ്സിലാക്കാൻ, അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്കിത്തം ഭാഗവതം അദ്ദേഹത്തിന് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കാലം കഴിഞ്ഞാലും അതായത് ആ ജീവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ച് പോയാലും ഇത് ആ ഭഗവാന്റെ കഥകളുള്ള കാലം, ഭാഗവതമുള്ള കാലം, ഇത് ഇനി വരുന്ന കലികാലത്തുള്ള ജനങ്ങൾക്ക് സംസ്കൃതം പഠിക്കാനോ അതിൻ്റെ വ്യാഖ്യാനം പഠിക്കാനോ അതിൻ്റെ അക്ഷരങ്ങൾ ഓരോന്നൊന്നും മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല എന്നുള്ള സത്യത്തെ ബോധിച്ചതുകൊണ്ട് ആ ഭഗവാന്റെ തന്നെ നിർദ്ദേശപ്രകാരം എന്ന് പറയാം, മഹാത്മാക്കളൊക്കെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വരേച്ഛയാണ്. അപ്പോൾ ഈശ്വരേച്ഛ കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഭാഗവതം ഇവിടെ അദ്ദേഹം നമുക്കായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വേണ്ടതുപോലെ ആസ്വദിച്ച് അനുഭവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ശ്ലോകം പാരായണം ചെയ്യാം. തുംഗഭദ്രാതടേ പൂർവം അഭൂത് പത്തനമുത്തമം, യത്ര വർണ്ണാസു ധർമ്മേണ സത്യ സൽക്കർമ്മ തൽപര. പണ്ടുണ്ടായി തുംഗഭദ്രാതീരത്തൊരു മഹാപുരം, സത്യ സൽക്കർമ്മധർമ്മിഷ്ഠൻ വാഴും ഉത്തമപത്തനം. പറയണു, ദക്ഷിണ ദേശത്തിലെ സുപ്രസിദ്ധമായിട്ടുള്ള
ആ തുംഗഭദ്ര നദിയുടെ തീരത്തിൽ പണ്ട് കാലത്ത് ഒരു നഗരം ഉണ്ടായിരുന്നു. അവിടെ അത്യുത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, അതായത് ബ്രാഹ്മണാദി വർണ്ണങ്ങളൊക്കെ ചെയ്തിട്ട് സ്വധർമ്മങ്ങളോട് ശ്രദ്ധയോട് കൂടിയിട്ട് സത്യം, സൽക്കർമ്മം എന്നിവയിലൊക്കെ അതിനെയൊന്നും ആ സത്യത്തെ വിടാണ്ട്, സൽക്കർമ്മത്തെ വിടാണ്ട് എല്ലാം വിധി പോലെ ശുഭാചാരങ്ങളിലൂടെ അതിൽ തൽപരരായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്ന് പറയണു. ആത്മദേവാപുരേ തസ്മിൻ സർവവേദ വിശാരദ ശ്രൗത സ്മാർത്തേഷു നിഷ്ണാദോ ദ്വിതീയ ഇവ ഭാസ്കര. വാണാൻ ആത്മദേവാഖ്യൻ സർവവേദ വിശാരദൻ ശ്രൗതസ്മാർത്ഥങ്ങളിൽ സ്നാതൻ മറ്റൊരാദിത്യനെന്ന പോൽ. ആദിത്യൻ ദ്വിതീയ ഇവ ഭാസ്കര. ഭാസ്കരൻ എന്ന് വെച്ചാൽ ആദിത്യൻ, സൂര്യൻ. സൂര്യൻ എന്താ ചെയ്യണേ? സൂര്യൻ നമുക്ക് പ്രകാശം തരിക ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഇരുട്ടിനെയൊക്കെ നീക്കിയിട്ട് നമുക്കിതാ പ്രകാശം പരന്നു തരണം. ഇവിടെ സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കിയിട്ട് ജ്ഞാനപ്രകാശം പകരുന്ന ആളായിരുന്നു അദ്ദേഹം. സർവവേദങ്ങളും നന്നായിട്ട് അറിയും. ആ വേദങ്ങളിലെ സ്മൃതികളിലൊക്കെ വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ധർമ്മത്തെ ആചരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അതിനെ പകർന്നു നൽകിക്കൊണ്ട് ആ സൂര്യൻ എങ്ങനെയാണോ സർവപ്രപഞ്ചത്തിനും തൻ്റെ ആ പ്രകാശരശ്മികളെ കൊണ്ട് ഇരുട്ടിനെ അകറ്റുന്നത്, അതുപോലെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്ന് പറയാം. ഭിക്ഷുഗോ വിത്തവം ലോകേ തത്പ്രിയാ ധുന്ദുലി സ്മൃത സ്വവാക്യസ്ഥാപിത നിത്യം സുന്ദരി സുകുലോത്ഭവ. ദീക്ഷയാൽ ധനിയായി ലോഭം തീണ്ടീല പത്നി ദുന്ദുലി കുലീന സുന്ദരി അവൾക്കെപ്പോഴും കലഹിക്കണം പറയാണ്. ഇദ്ദേഹത്തിനെങ്ങനെയാണ്? ഇദ്ദേഹം അത്രയും നശിക്കാത്ത ധനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്താ നശിക്കാത്ത ധനം എന്ന് വെച്ചാൽ വിദ്യാധനം തന്നെയാണ് അല്ലെ, അറിവ്. അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു. നമുക്ക് ഉണ്ടാവണ സ്വത്ത് നമ്മൾ ലൗകികമായ രീതിയിൽ ഉണ്ടാവുന്നതൊക്കെ ഇന്ന് വന്നു നാളെ പോയി എന്ന് വരാം. ദരിദ്രനല്ലേ? നമ്മുടെ പൂന്താന മുത്തശ്ശൻ പറയണ പോലെ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അതുപോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അങ്ങനെ അത് മാറി മറിഞ്ഞു വരും. പക്ഷേ ആ അറിവ് ഒരിക്കലും നശിക്കില്ല. അങ്ങനെയുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാഹ്മണൻ ധനവാൻ തന്നെ എന്ന് പറയാം. ആ ഒരു ആത്മീയ ഭാവത്തിൽ നോക്കുമ്പോൾ ധനികൻ തന്നെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ, ആ ഭാര്യയുടെ പേരാണ് ദുന്ദുലി എന്നാ പേര്. അവള് എന്താണ്, എന്ത് കാര്യം പറഞ്ഞാലും അത് സാധിക്കണം. സ്വന്തം ആഗ്രഹങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ച കാര്യമൊക്കെ ഏതെങ്കിലും വിധത്തിൽ സാധിപ്പിക്കും അവള്. അങ്ങനെയുള്ളതായിരുന്നു. സൗന്ദര്യത്തിൽ അത്രയും സൗന്ദര്യവതിയായിരുന്നു. അതുപോലെ ഉത്കൃഷ്ടമായിട്ടുള്ള ആ കുലത്തിൽ ജനിച്ചവളുമായിരുന്നു. ലോകവാർത്താരഥാ ക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാചാഗ്രഹകൃത്യേഷു കൃപണ കലഹപ്രിയ. പറഞ്ഞാൽ തീരില്ല നാട്ടുകാര്യം, വായാടി നിർദ്ദയ മിടുക്കി ഗൃഹകാര്യത്തിൽ പിശുക്കി ഷഠചിത്തയും. ആ ബ്രാഹ്മണൻ്റെ, ഇത്രയും അത്യുത്തമനായ ബ്രാഹ്മണൻ്റെ ഭാര്യയുടെ കാര്യങ്ങളാണ് ഈ പറയണത്.
ലോകത്തിലുള്ളവരുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയൊക്കെ കേട്ട്, അതായത് ലോകവർത്തമാനങ്ങൾ കേൾക്കുക, അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടിലൊക്കെ കാര്യങ്ങൾ പോവുക, അന്വേഷിക്കുക, കേൾക്കുക, അതിലാണ് താല്പര്യം ഉണ്ടായി. പരസ്പരം കലഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുകയാണ്, അത് കേൾക്കുക. ഒരാളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വേറൊരാളോട് വേറെ തരത്തിൽ പറഞ്ഞ്, അങ്ങനെ നമ്മൾ നാട്ടിൻപുറത്ത് ധാരാളം കാണുമല്ലോ, അതുപോലെയായിരുന്നു. പിന്നെ ഗൃഹജോലികളൊക്കെ നടത്താൻ നല്ല സാമർഥ്യമായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും എല്ലാ കാര്യങ്ങളും ചെയ്യും, അതിനൊന്നും ഒരു കുറവ് വരുത്തില്ല. പക്ഷേ അതിഥി സൽക്കാരം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. വീട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കും, നല്ല ആഹാരം ഉണ്ടാക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ആരെങ്കിലും വീട്ടിലേക്ക് വരണതോ അതിഥികൾക്ക് എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കണതോ ആ വക കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ പരസ്പരം കലഹിക്കാനും മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാനൊക്കെ താല്പര്യമുള്ളവളായിരുന്നു അവളെന്ന് പറയാം. ഏവം നിവസതോ പ്രേംണ ദാമ്പത്യോരനപത്യയോ അർത്ഥകാമാസ്തയോരാസന്ന സുഖായ ഗൃഹാധികം. പ്രേമപൂർവം ദമ്പതിമാൾ വാഴ്കിലും മ്ലാനമുൾക്കളം മക്കളില്ലായ്കയാൽ തോന്നിയിലർത്ഥകാമങ്ങളിൽ സുഖം. പ്രേമപൂർവം ദമ്പതിമാർ വാഴ്കിലും മാനമുൾക്കളം മക്കളില്ലായ്കയാൽ തോന്നിയില്ല അർത്ഥകാമങ്ങളിൽ സുഖം. അപ്പോൾ പറയാണ് അവരിതാ അത്രയും സ്നേഹം ഇതൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവിനോട് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു ഭാര്യയ്ക്ക് ആണ്. പക്ഷേ ആ അർത്ഥങ്ങളും ഭോഗവിഷയങ്ങളും ഇതൊന്നും ബ്രാഹ്മണന് സുഖമായിട്ട് തോന്നിയില്ല. കാരണം എന്താ, ഒരു കുട്ടിയില്ല, ഒരു തൻ്റെ ആ പാരമ്പര്യത്തിനെ അനുഷ്ഠിക്കാനും തനിക്ക് ലാളിക്കാനും തനിക്ക് കർമ്മങ്ങൾ ചെയ്യാനൊന്നും ഒരു കുഞ്ഞില്ലല്ലോ എന്ന ദുഃഖം ആ ബ്രാഹ്മണനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു എന്ന് പറയാം. പഞ്ചാധർമ്മ സ്മര ഹരേ കൃഷ്ണ പഞ്ചാധർമ്മ സമാരബ്ധാസ്താഭ്യാം സന്താനഹേതവേ ഹിരണ്യവാസാംസി ദീനേഭ്യോ യശ്ചതസ്സദാ. പഞ്ചധർമ്മ സമാരബ്ധാസ്താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യശ്ചതസ്സദാ. സന്താനാർത്ഥികൾ പിന്നീടു ഭൂവസ്ത്രങ്ങൾ കാഞ്ചനം ദാനം ചെയ്തു ശ്രദ്ധയോടെ ദരിദ്രന്മാർക്കിടക്കിടെ. അപ്പോൾ ഇതാണ് രണ്ടുപേരും സന്താനത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമി, അതുപോലെ പശു, സ്വർണം മുതലായ വസ്തുക്കളെ കൊണ്ട് ദാനധർമ്മങ്ങളൊക്കെ ഈ ബ്രാഹ്മണൻ രണ്ടുപേരും കൂടി, കാര്യം ആർക്കും ഒന്നും കൊടുക്കാനായിട്ട് ഇഷ്ടമില്ല ഈ ഒരു ധുന്തുലിക്ക് പത്നിക്ക് എന്നുണ്ടെങ്കിലും ബ്രാഹ്മണൻ ഇതൊക്കെ രണ്ടുപേരും കൂടി ദാനം ചെയ്യാനുണ്ടായത്. ധനാർത്ഥം ധർമ്മമാർഗേണാധാഭ്യം നീതം തഥാപി ച ന പുത്രോ നാഭിവാ പുത്രീ തതശ്ചിന്താതുരൗ വൃശം. ദാനമാർഗത്തിൽ പകുതി ധനം ചെലവഴിക്കലും പെൺകുട്ടി പോലും ജലിക്കാൻ ആത്മദേവൻ വിഷണ്ണനായി. ഒരു പുത്രനോ പുത്രിയോ ജനിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് ആ സമ്പത്തൊക്കെ തനിക്കുണ്ടായിരുന്ന ആ സമ്പത്തിൽ നിന്ന് പകുതിയും ദാനധർമ്മങ്ങൾക്കൊക്കെ വേണ്ടി ആ ബ്രാഹ്മണൻ ചെലവഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പുത്രനോ പുത്രിയോ ഉണ്ടായില്ല. ഏകദാ സദ്വിജ ദുഃഖാത് സ്വർഗം ഏകദാ സദ്വിജോ ദുഃഖാത് ഗൃഹം ത്യക്ത്വാ വനം ഗതാ മധ്യാഹ്നേ ത്രിഷദോ ജാതസ്തടാകം സമുപേയിവാൻ.
ഗൃഹം വിട്ടു വനം പൂകി തുടർന്ന ദുഃഖിയാം ദ്വിജൻ ദാഹം പുറഞ്ഞിട്ടുച്ചയ്ക്കു പൂകിനാനൊരു പൊയ്കയെ. പിന്നെ ആകെ വിരക്തി വന്നിട്ട് ഈ കുട്ടികളൊന്നും ഇല്ലാണ്ട് ഇനി എന്തിനാണ് ഈ ഗൃഹത്തിൽ താമസിച്ചിട്ട് എന്താ കാര്യം എന്ന് ഉള്ള ദുഃഖത്തോടു കൂടി ഒരു ദിവസം അദ്ദേഹം വീട് വിട്ട് അവിടെ കാട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറേ നടന്ന് എത്തിയപ്പോൾ ആ നട്ടുച്ചയായി. ആ സമയത്ത് വല്ലാണ്ട് ദാഹം ഉണ്ടായപ്പോൾ ദാഹത്തിനായിട്ട് ഒരു തടാകത്തിൻ്റെ തീരത്തെത്തി. പീത്വാ ജലം വിഷണ്ണസ്തു പ്രജാദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസി കശ്ചിദാഗത. വെള്ളം കുടിച്ചിരിപ്പായി പ്രജാദുഃഖത്തിലണ്ടവൻ എവിടെ നിന്നോ വന്നു ചേർന്നാൻ ഒരു സന്യാസി അങ്ങുടൻ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ദാഹം തീർത്തട്ടെ പിന്നെയും ഒരു പുത്രനില്ലാത്ത ദുഃഖത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ട് വളരെ വിഷമിച്ച് ആ തടാകത്തിൻ്റെ തീരത്ത് ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ കുറച്ചു നേരം ഇരുന്നു. ആ ഇരുന്ന സമയത്ത് അവിടേക്ക് യദൃശ്ചിയായിട്ടൊരു സന്യാസി അവിടെ വന്നെത്തി എന്ന് പറയാണ്. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതസ്തദന്തികം നത്വാ ച പാദയോസ്തസ്യ വിശ്വസൻ സംസ്ഥിതപുരാ. വെള്ളം കുടിച്ച സന്യാസിക്കരികെ ചെന്ന ഭൂസുരൻ കാൽ വിണഞ്ഞെഴുന്നേറ്റു നിൽപ്പായി മുന്നിൽ താൻ നെടുവീർപ്പോടെ. അപ്പം ആ സന്യാസി വരണ കണ്ടപ്പോൾ അദ്ദേഹം ഈ ബ്രാഹ്മണൻ സന്യാസി വരണത് കണ്ടു. അപ്പോൾ ആ സന്യാസി വന്ന തടാകത്തിൽ വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ ഇദ്ദേഹം വേഗം എഴുന്നേറ്റ് ആ വിനയത്തോടു കൂടി കാലും പണച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വിനയത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ ദുഃഖത്തോടു കൂടിയിട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു. പാദയോസ്തസ്യ നത്വ എന്നാണ് പറഞ്ഞേക്കണേ. അതായത് നത്വ എന്ന് വെച്ചാൽ നമസ്കരിച്ചു എന്നാണ്. നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. നത്വാച്ച പാദയോസ്തസ്യ വെച്ചാൽ ഈ സന്യാസിയുടെ പാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ചു കൊണ്ട് എഴുന്നേറ്റ് വിനയാന്യതനായിട്ട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു. യതിരുവാച കഥം രോദിഷി വിപ്രാത്വം കാതേ ചിന്താബലീയസി വദത്വം സത്വരം മഹ്യം സ്വസ്യ ദുഃഖസ്യ കാരണം. യതി പറഞ്ഞു, എന്താണു ദുഃഖം വല്ലാതെ ചിന്തിച്ചിടുന്നതെന്തു നീ എന്നോട് പറയൂ വേഗം നിന്റെ സങ്കട കാരണം. പറയണു, എന്താ വെച്ചു അങ്ങ് വല്ലാണ്ട് വിഷമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എന്താണ് ഇത്ര വലിയൊരു ദുഃഖം? എന്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കണത്? എന്നോട് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്നോട് പറയൂ. കാരണം ഒരു ദുഃഖത്തിനെ പറ്റി നമ്മുടെ ഉള്ളിലൊരു വിഷമം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും അത് പറഞ്ഞാൽ തീരുന്ന വിഷമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ആ സന്യാസി പറഞ്ഞു, എന്താണ് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണ ഉവാച കിം ബ്രവീമിർഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതം മദീയ പൂർവജാസ്തോയം കവോഷ്ണ ഉപഭുഞ്ചതേ. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ എന്തോ തന്മുനെ പൂർവപാപത്തിൻ ഫലമെന്നഴൽ ചുടുകണ്ണീരിലല്ലി പിതൃക്കൾക്കു തർപ്പിച്ചിടുന്നു ഞാൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ പറയണത്, എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയണില്ല. മഹാത്മാ ആ സന്യാസിയോട് പറയാണ്, സ്വാമി ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയണില്ല. എൻ്റെ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണത് പോലും ജലം കൊണ്ടല്ല, എൻ്റെ കണ്ണുനീര് കൊണ്ടാണ് തർപ്പണം ചെയ്യണത്. ജലം കൊണ്ടല്ലേ ചെയ്യുക. അതിന് പകരം ഞാനിത് എൻ്റെ കണ്ണുനീരുകൊണ്ടാണ് തർപ്പിച്ചിടണത് എന്ന് പറയാം. മദത്തം നൈവ ഗൃഷ്ണന്തി പ്രീത്യാ ദേവാദ്വിജാതയാ പ്രജാദുഃഖേന ശൂന്യോഹം പ്രാണാം ത്യക്ത്യാം ഇഹാഗത
പ്രസാദിച്ചില്ല ഞാനെന്തു കൊടുത്തിട്ടും സുരർഷിമാർ പ്രജാദുഃഖാർത്തയാലിങ്ങു വന്നേൻ പ്രാണനൊടുക്കുവാൻ. ഞാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു, എൻ്റെ ആ ഉജ്ജന്മമായിട്ടുള്ള കർമ്മപ്രാരാബ്ധങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് പേർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ കഴിപ്പിച്ചു. പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും ആ പുത്രദുഃഖം കൊണ്ട് എനിക്കൊരു പുത്രനോ പുത്രിയോ ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ആരും ഞാൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ബ്രാഹ്മണന്മാർക്കും ദേവന്മാർക്കായിട്ടും ബ്രാഹ്മണന്മാർക്കായിട്ടും നമ്മുടെ പിതൃക്കൾക്കായിട്ടൊക്കെ ധാരാളം സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു. പക്ഷേ ഞാൻ ചെയ്തതൊന്നും അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുത്രദുഃഖത്താൽ ഞാനിതാ വിഷമിക്കുകയാണ്. ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു പുത്രനോ പുത്രിയോ ഇല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്തിന് ജീവിക്കണം? അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയണത്. ദിഗ്ജീവിതം പ്രജാഹീനം ദിഗൃഹം ച പ്രജാം വിനാ ദിഗ്ധനം അനപത്യസ്യ ദിക്കുലം സന്തതിം വിനാ. എന്തിനു ജീവിതം പുത്രനില്ലാത്തോർക്കു ധനം ഗൃഹം അവൻ്റെ കുലവും വ്യർത്ഥം ഉപേക്ഷിക്കണമൊക്കെയും പറയണം. എന്താ കാര്യം? എനിക്ക് ധനം ഉണ്ടായിട്ട് എന്താ കാര്യം? ആ ധനം ഉണ്ടായിട്ട് കാര്യമില്ല. അവരുടെ ഗൃഹവും ഈ ജീവിതവും ധനവും കുലമൊക്കെ എല്ലാം വെറുതെയാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. കാരണം ഒരു പുത്രൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ പുത്രൻ ഉണ്ടായാലാണ് സന്തതി പരമ്പരകളിലൂടെ ആ പാരമ്പര്യമൊക്കെ നിലനിർത്താനൊക്കെ പറ്റുള്ളൂ. അതൊന്നും ഇല്ലാത്ത ഒരാൾക്ക്, ആ കുലത്തിനെ പാലിക്കാൻ പറ്റാത്തവൻ എന്തുണ്ടായിട്ട് എന്താ കാര്യം? അവൻ നിന്ദിതൻ തന്നെയാണ് എന്ന് പറയാം. ബാല്യതേയാമയാധേനും സാ വന്ധ്യ സർവദാ ഭവേത് യോ മയാരോപിതോ വൃക്ഷേ സോഭിവന്ധിത്വമാശ്രയേത്. ചെന പിടിക്കാൻ ഞാൻ പോറ്റി വളർത്തും പയ്യൊരിക്കലും കോടികാറ്റില്ല ഞാൻ വച്ച മരത്തൈകളൊരിക്കലും. എൻ്റെ ഭാര്യ ഗർഭം ധരിക്കണില്ല എന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിലൊരു പശുവുണ്ട്. ആ പശുവിനെ ഞാൻ വളർത്തുക, അതും ഇതുവരെ ചെന പിടിച്ചിട്ടില്ല. അതുപോലെ ഞാൻ ധാരാളം വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചു ഫലങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതും ഒന്നുപോലും ഫലം കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ, നിർഭാഗ്യവാനാണ്. അത്രയും ദോഷമാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് യദ്ഫലം മദ്ഗൃഹായാതം ശീഘ്രം തച്ച വിശിഷ്യതി നിർഭാഗ്യസ്യ അനപത്യസ്യ കിമിതോ ജീവിതേന മേ. ഉടൻ ചുക്കിച്ചുളിയുമൻ ഗൃഹം പൂകും ഫലങ്ങളും അപുത്രൻ നിർഭാഗ്യവാൻ ഞാൻ എനിക്കെന്തിന്നു ജീവിതം. പറയണു, ഗൃഹത്തിലെ ആ പുഷ്പങ്ങളോ അല്ലെങ്കിൽ ആ പഴങ്ങളോ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. കുറച്ച് പൂക്കളെ കൊണ്ടുവന്നാൽ പൂക്കൾ വേഗം വാടിക്കരിഞ്ഞു പോകും. അതുപോലെ പഴം ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തന്നാൽ അത് വേഗം ഉണങ്ങിപ്പോവും, അത് വാടിപ്പോവും. അതൊക്കെ അപ്പം അത്രയും ഭാഗ്യഹീനനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ മരിക്കുക തന്നെയാണ് നല്ലത് എന്നത് ആ ബ്രാഹ്മണൻ അതീവ ദുഃഖത്തോടു കൂടി പറയാണ്. ഇത്യുക്താസ രൂരോദൈശ്ചത് പാർശ്വേ ദുഃഖപീഡിത തഥാ തസ്യ യഥേശ്ചിത്തേ കരുണാഭൂൻഗരീയസി. സന്യാസിക്കരികെ പൊട്ടിക്കരഞ്ഞു ദുഃഖിതൻ ദ്വിജൻ. സന്യാസിതൻ ഹൃദയം
അത്യന്തം കരുണാർദ്രമായി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ സന്യാസിയുടെ അടുത്ത് എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുകയാണ്. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ആ സന്യാസിയുടെ ഹൃദയമൊക്കെ ആർദ്രമായിട്ട് തീർന്നു. ദുഃഖം തോന്നി ഇവരെ പറ്റിയിട്ട് ആ ഒരു കാരുണ്യം ആണ്, അവരുടെയൊക്കെ ഒരു വാത്സല്യം കാരുണ്യമൊക്കെ തോന്നുകയാണ്, ദയൊക്കെ തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തദ്ഫലാക്ഷരമാലാം ച വാചയാമാസ യോഗവാൻ സർവം ജ്ഞാത്വാ യദീ പശ്ചാൻ വിപ്രമൂജേ സവിസ്തരം. യതി നെറ്റിയിൽ വായിച്ചു വരാകന്റെ തലക്കുറി, പിന്നെ പറഞ്ഞു ദ്വിജനോടതിൻ പൊരുൾ സവിസ്തരം. അപ്പം അദ്ദേഹം ത്രികാലജ്ഞാനിയായിരുന്നു. ബ്രാഹ്മണന്റെ ആ തലലെഴുത്ത് ഇപ്പം ശിരസിൽ വായിച്ചു എന്ന് പറയുന്നത് തലലെഴുത്ത് എന്താണെന്ന് അദ്ദേഹം അത്രയും യോഗീശ്വരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ഈ ബ്രാഹ്മണൻ്റെ ശിരോലിഖിതമൊക്കെ വായിക്കാനായിട്ട് സാധിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ബ്രാഹ്മണനോട് പറയണു, യതിരുവാച മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. ശൃണു വിപ്ര മയാദിത്യ പ്രാരാബ്ധം തു വിലോകിതം ജന്മാവധീതവ പുത്രോ നൈവ ച സന്തതേ സകരോ ദുഃഖം അവാഭംഗ പുരാ തഥാ രേ മുഞ്ചദ്യ കുടുംബാശം സന്യാസേ സർവഥാ സുഖം. 3 ശ്ലോകം ആ യതി പറഞ്ഞത് ഒരുമിച്ച് വായിക്കുകയാണ്. ബലിഷ്ഠ ബലിഷ്ഠമിക്കർമ്മഗതി വിടൂ പുത്രനെ മിഥ്യയെ വിവേകത്തെ സ്വീകരിക്കൂ വിടൂ സംസാരവാസന. കേട്ടാലും അന്തണ ഭവൽ പ്രാരാബ്ധം കണ്ടറിഞ്ഞു ഞാൻ 7 ജന്മം നിനക്കുണ്ടാവില്ല പുത്രൻ അസംശയം. പണ്ടു വൻ പുത്രദുഃഖത്താൽ പെട്ടു സകരനങ്കനും ആദ്യം വിടൂ കുടുംബേച്ഛ സന്യാസം സർവദാ സുഖം. പറയണു, സന്യാസി പറയാണ്, ഈ ലോകത്തിലെ പഴയ ബ്രാഹ്മണ പുത്രൻ ഉണ്ടാവുക എന്നുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ, അത് ആത്മരൂപം നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയാത്തത് കൊണ്ടുള്ള ഒരു ഫലമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ആസക്തി വരണത്. ആ ആത്മാവിനെ അറിയുന്നവന് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെ തന്നെയാണ്. അതൊക്കെ ഈശ്വരേച്ഛ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ അജ്ഞാനത്തെ വിട്ട് കളഞ്ഞുകൊണ്ട് ആ പുത്രൻ ഉണ്ടാവാനുള്ള ആ ഒരു ആഗ്രഹത്തിനെ അങ്ങ് ഉപേക്ഷിച്ചോളൂ. അങ്ങക്ക് അതിനുള്ള യോഗമൊന്നും ഇല്ല. ആ കർമ്മത്തിൻ്റെ ഗതിയെ തടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങ് എന്താ ചെയ്യേണ്ടപ്പോൾ ഇനിയൊരു പുത്രൻ ഉണ്ടാവുക എന്നുള്ളതില്ല. അപ്പം എന്ത് വേണം? ആത്മതത്വത്തിനെ വിചാരം ചെയ്തുകൊണ്ട് ആ ഈശ്വരനെ അറിയാനായിട്ട് വേണ്ടും വിധം ആ ഈശ്വരനെ പൂജിച്ച് ആ ഈശ്വരനെ അറിയാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇനി പരിശ്രമിക്കേണ്ടത്. അങ്ങനെ വേണ്ടും വിധം ആ പുണ്യത്തിനെ സമ്പാദിച്ചിട്ട് ഈ സംസാരവാസനയെ ഉപേക്ഷിക്കൂ എന്ന് പറയണു. പിന്നെ പറയണു, അങ്ങയുടെ പ്രാരാബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടറിഞ്ഞു. 7 ജന്മം വരെ അങ്ങേക്ക് പുത്രൻ ജനിക്കാനായിട്ട് ഉള്ള ഭാഗ്യം ഞാൻ കാണണില്ല. സന്തതിക്കുള്ള ആഗ്രഹം അനർത്ഥമാണ്. കാരണം സന്തതി ഉണ്ടായതുകൊണ്ട് നന്നാവാം എന്നൊന്നും വിചാരിക്കേണ്ട. അത് ആ സകര മഹാരാജാവിൻ്റെയും ഇനിയിപ്പോൾ ഭാഗവതത്തിൽ ഈ കഥകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അംഗമഹാരാജാവിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പുത്രൻ ഉണ്ടായപ്പോൾ ആ പുത്രൻ അവർക്കൊക്കെ ദുഃഖം ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട്
ആ കുടുംബം നശിക്കാതെ ലോകത്തിൽ നമ്മൾ എന്നും നിലനിൽക്കുന്നുള്ള ആഗ്രഹമൊക്കെ ഉപേക്ഷിക്കൂ. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ഈശ്വരനെ ആശ്രയിക്കുക. സന്യാസം എന്ന് വെച്ചാൽ സന്യസിക്കുക വെച്ചാൽ എല്ലാത്തിനെയും വിടണം, അതാണ് സന്യാസം. അപ്പോൾ അത് അല്ലാണ്ട് കാട്ടിൽ ചെന്നിരുന്നത് കൊണ്ട് കാര്യമില്ല. മനസ്സുകൊണ്ട് നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണം. മനസ്സുകൊണ്ട് എല്ലാത്തിനെയും വിട്ട് ഈശ്വരനിൽ മനസ്സ് ചേർത്ത് വെച്ച് ഈശ്വരനാമങ്ങൾ ജപിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അത് തന്നെയാണ് സന്യാസം. അത് അവരവരുടെ ഗൃഹത്തിലിരുന്നാലും സാധിക്കണം. ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തി ഇല്ലാണ്ട്, ഒന്നിനോടും ഒരു പരിധിക്കപ്പുറമുള്ള ഒരു ഇഷ്ടമില്ലാണ്ട് നമുക്ക് കഴിയണം. കാരണം എല്ലാം എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാം. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളായിട്ട് വിട്ടുപോകും, അല്ലെങ്കിൽ അവർ നമ്മളെ വിട്ടുപോകും. ഏതായാലും ഒരുമിച്ച് ചേർന്ന് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതില്ല. രാമായണമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പറയാമല്ലേ, നദ്യ ഒഴുകുന്ന കഷ്ടങ്ങൾ പോലെയും നദിയിൽ മലവെള്ളത്തിൽ വരുമ്പോൾ പല ദിക്കിൽ നിന്നും പല വിധത്തിലുള്ള മരത്തടികളൊക്കെ വന്ന് ഒരുമിച്ച് ചേർന്ന് ഒഴുകിയിട്ട് പിന്നെ ഒരു സ്ഥലത്തെത്തിപ്പോൾ ഇതൊക്കെ പല വഴിക്ക് ഒലിച്ച് പോണത് പോലെയാണ് ജീവിതത്തിൽ നമുക്ക് വന്നു വരുന്ന ബന്ധങ്ങളൊക്കെ അങ്ങനെയുള്ളൂ. ആ ബന്ധങ്ങളിൽ മുറുകെ പിടിച്ചിട്ട് അവർ നമ്മളോട് ഇതാ ചിരിക്കുന്നു, അവർ നമ്മളോട് ചിരിക്കണില്ല, ഞാൻ സ്നേഹിച്ചു തിരിച്ച് സ്നേഹിക്കണില്ല, എന്നോട് മിണ്ടണില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളിങ്ങനെ വ്യസനിക്കും. പക്ഷേ ഇതൊക്കെ വരിക പോവുക എന്നുള്ളതാണ്. അത് ചില സമയത്ത് ഒരുമിച്ച് കൂടും, ചില സമയത്ത് വേർപിരിയും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതിലൊന്നും ഭ്രമിക്കാതെ കണ്ട് ശാശ്വതമായിട്ട് ഒരിക്കലും വിട്ടുപോകാണ്ട് കൂടെയുള്ളത് നമ്മുടെയൊക്കെ ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ ആശ്രയിക്കൂ. ആ ഈശ്വരനെ മാത്രമാണ് ആശ്രയിക്കേണ്ടത്. അങ്ങനെ ആശ്രയിക്കാൻ സാധിക്കാന്ന് വെച്ചാൽ അവനവൻ്റെ ഇപ്പോൾ സന്യാസം ആണ് ശ്രേഷ്ഠം, സന്യാസമാണ് എന്ന് പറയുമ്പോൾ ആ സന്യാസിയായിട്ട് കാട്ടിൽ ചെന്നിരിക്കണം എന്നല്ല ഉദ്ദേശിക്കണത്. അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്നിട്ട് ബന്ധനങ്ങളാവാണ്ട് നോക്കിയിട്ട് എന്തു വന്നാലും അത് ഈശ്വരേച്ഛയാണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് മനസ്സിനെ അലട്ടാതെ കണ്ടിരിക്കുക. അതാണ്, അപ്പോഴാണ് സർവ്വവിധത്തിലും സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ദുഃഖം ഉണ്ടായിട്ടേ വരും. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, ഇവരൊക്കെ നമ്മളിത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. നമ്മളുടെ എല്ലാ സുഖങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നമ്മളിത് അവർക്ക് വേണ്ടി ജീവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണേ? അവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയണ്ട. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മനസ്സിലാവണില്ല. കാരണം നമുക്ക് സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഉള്ളിലെ ഒട്ടും ആത്മാർത്ഥതയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഭർത്താവിനെ ആയാലും മക്കളെ ആയാലും കുട്ടികളെ ആയാലും അച്ഛനെ ആയാലും അമ്മയായാലും ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് അവർ അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കണം, നമ്മളെ അതുപോലെ കരുതണം, നമ്മളെ ചേർത്ത് പിടിക്കണം എന്നുള്ള കൊതി കൊണ്ടാണ്. അല്ല, അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് വേണ്ടതൊക്കെ. പണം പലിശയ്ക്ക് കൊടുക്കണ പോലെയാണ്. നമ്മൾ കാശ് പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പൈസ പലിശയ്ക്ക് കൊടുത്ത് മേടിക്കണ പോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് 10 രൂപ ഇതായിട്ട് 20 രൂപ മേടിക്കണ പോലെ 10 രൂപ എടുത്തു വെച്ച് പലിശയ്ക്ക് എടുത്തിട്ട് അത് 20 രൂപയാക്കിയിട്ട് മേടിക്കണില്ല. അതുപോലെയാണ് നമ്മളിതാ ചെയ്യുന്നത്. പലിശയോട് കൂടിയിട്ട് ആ പണം ഇൻട്രസ്റ്റ് മേടിക്കണ പോലെ. അങ്ങനെയാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവർക്കായിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള അവരിൽ നിന്ന് നമുക്ക് യാതൊന്നും കിട്ടണില്ല എന്ന് വെച്ചാൽ യാതൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഇച്ഛാബന്ധമൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് അവർ തപസ് ചെയ്യണു. അവരെ വന്ദിച്ചാലും നിന്ദിച്ചാലും അവർക്ക് ഒന്നുമില്ല. അവർ ചെയ്യണത് ആർക്കും വേണ്ടിയിട്ടല്ല, അവർക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടുമല്ല. ഇതാണ് ഞാൻ ചെയ്യുന്ന ഈശ്വരന് ചെയ്യുന്ന ആ ഈശ്വര സേവ. ആ ലോകത്തിനെ മുഴുവനും ആ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളത് എൻ്റെ ഈശ്വര സേവയായിട്ട് അവർ ഏറ്റെടുക്കുകയാണ്. അതിൽ നിന്ന് അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് പറയണത്. ആ സന്യാസേ സർവഥാ സുഖം. അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും സുഖമുണ്ടായിക്കൊണ്ടിരിക്കും. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത് ത്യജാമ്യഹം പ്രാണ സദഗ്രേ ശോകമൂർച്ഛിത. ഇത്രയൊക്കെ പറഞ്ഞിട്ടും
അതാണ് നമുക്ക് ഇതുപോലെയുള്ള വാക്കുകൾ കേട്ടാലും നമുക്ക് അനുഭവിക്കേണ്ടതിനെ നമ്മൾ അനുഭവിക്കാണ്ട് പോവില്ല. കുറേയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ആ പൂർവ്വ കർമ്മമായിട്ട് അനുഭവിക്കാനായിട്ട് കുറേ ഉണ്ടാവും. ആ അനുഭവത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാണ്ട് ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞാൽ മനസ്സിലാവും, ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അനുഭവത്തിൽ നിന്ന് പാഠം, ചിലർക്ക് അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചാലും മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരുണ്ട്. അനുഭവിച്ചാലും മനസ്സിലാവില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല, കേട്ടാലും മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം അത്രയും ഉണ്ട് ആ കർമ്മ പ്രാരാബ്ധത്തിൻ്റെ, പൂർവ്വജന്മ കർമ്മത്തിൽ ആർജിച്ചു വെച്ച ആ കർമ്മപ്രാരാബ്ധത്തിൻ്റെ ശക്തി എന്ന് പറയാണ്. വിവേകം കൊണ്ടെന്തു കാര്യം, സിദ്ധിയാൽ പുത്രനെ തരൂ, ഇല്ലെങ്കിൽ പ്രാണം കളവൻ നിൻ മുൻപിൽ ശോകമൂർച്ചയാൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കിപ്പോൾ ആവശ്യം ഒരു പുത്രനെയാണ്. അതിനെ തരാൻ പറ്റും. ആ പുത്രനെ, നല്ല ഒരു പുത്രനുണ്ടാവട്ടെ എന്ന് ഇപ്പോൾ എൻ്റെ പൂർവ്വജന്മങ്ങളൊക്കെ ആലോചിച്ച് അതൊക്കെ പറഞ്ഞു തന്നുമല്ലോ. അതുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് എൻ്റെ ദുഃഖമൊന്നും തീരില്ല. എൻ്റെ ദുഃഖം തീരണമെങ്കിൽ എനിക്കൊരു പുത്രനുണ്ടാവണം, പുത്രനെ ലാളിക്കണം. അപ്പോൾ അങ്ങ് ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ട് അങ്ങക്ക് സാധിക്കും, എനിക്കൊരു പുത്രനെ തരൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കും എന്ന് പറയാണ്. പുത്രാദി സുഖഹീനോയം സന്യാസ ശുഷ്ക ഏവ ഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്യത ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സ തപോധന ചിത്രകേ ദുർഗത കഷ്ടം വിധിലേഖ വിമാർജനാത്. പുത്രസൗഖ്യം രുചിക്കാത്ത സന്യാസം ശുഷ്കമെത്രയും പുത്രപൗത്രാദി സൗഖ്യങ്ങൾ അറിഞ്ഞാൽ സരസംഗ്രീ. നിങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ കാട്ടിൽ വന്നിങ്ങനെ ഇരിക്കണോണ്ട് നിങ്ങൾക്കിത് അറിയില്ല. അതിൻ്റെ ഒന്നും ഫലം എന്താണെന്ന് അറിയില്ല. ഒരു കല്യാണം കഴിയുക, ഗൃഹത്തിൽ താമസിക്കുക, പുത്രനുണ്ടാവുക, അവരായിട്ടൊക്കെ സന്തോഷിച്ച് ജീവിക്കുക, അതൊക്കെ അനുഭവിച്ചാലേ അറിയുള്ളൂ. ഗൃഹസ്ഥാശ്രമം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നതാ പറയണം. അപ്പോൾ എന്താണ്ടായപ്പോൾ വിപ്രൻ്റെ മോഹം കണ്ടപ്പോൾ ചൊന്നാനേ വന്തബോധനൻ വിധി മാറ്റാൻ ചിത്രകേതു പെട്ട പാടു ഭയങ്കരം എന്ന് പറയാണ്. ഇത് അങ്ങനെ പറയാം. ആ ബ്രാഹ്മണൻ ഉറപ്പിച്ചു നിൽക്കണണ്ടപ്പോൾ പറഞ്ഞു, ആ ബ്രഹ്മകൽപ്പനയെ നിരസിച്ചിട്ട് യോഗബലത്താൽ അങ്ങക്ക് ആ പുത്രനെ നൽകണമെന്നുണ്ടല്ലോ, അത്ഭുതം തന്നെയാണ്. ആ ചിത്രകേതു വളരെ അധികം കഷ്ടത്തിൽ അകപ്പെടണമെന്ന് അതിന് തലയിൽ ശിരോലിഖിത എഴുതിയതെന്താ, കുട്ടികളുണ്ടാവില്ല എന്നുള്ളതാണല്ലോ. അവരേതാ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശാഠ്യം എന്നാണ് പറയുന്നത്. കാരണം അതിന് വിലങ്കായിട്ട് ഒന്നും നടക്കില്ല. ഒരു പുത്രൻ ഉണ്ടാവില്ല എന്നല്ലേ പറയണത്. നയാസ്യസി സുഖം പുത്ര ധൃത ദൈവഹദോദ്യമ ഹദോ ഹടേന യുക്തോസി ഹ്യർത്ഥിനം കിം വദാമ്യഹം തദാ തസ്യാഗ്രഹം സമാലോച്യ ഫലമേകം സദത്തവാൻ ഇദം ഭക്ഷയ പത്ന്യാത്വം തദപുത്രോ ഭവിഷ്യതി. അത്യാശ കണ്ടൊരു പഴം അവന് ഈടിനഞ്ജതി പുത്രനുണ്ടാകിൽ പുത്രനുണ്ടാകിലും ദൈവഹതനുണ്ടായിടാസുഖം അയുക്തം നിന്റെ ഈ ഷാഢ്യം ഞാനെന്തോതാനിതിൽ പരം. അത്യാശ കണ്ടൊരു പഴം അവനെ കീടിനഞ്ജതി ഇതു നിൻ പത്നി ഭക്ഷിച്ചാൽ നിനക്കുണ്ടായിടും മകൻ എന്ന് പറയണു. അങ്ങനെ ആ അത്യാഗ്രഹം കണ്ടിട്ട് ആ ജീവൻ്റെ ഗതി എല്ലാം എന്താ വരാൻ പോണേന്നൊക്കെ ഈ ഋഷീശ്വരനറിയാം, ഈ സന്യാസിക്ക് അറിയാം. ഇവൻ ഇതുകൊണ്ടൊന്നും ഇല്ല, അനുഭവിക്കാൻ ഇനിയും കിടക്കുന്നുണ്ടെന്ന്. എങ്ങനെയാണോ ആ പുത്രൻ ഉണ്ടാവാനായിട്ട് ഈ ജന്മല്ല 7 ജന്മം പുത്രൻ ഉണ്ടാവാനുള്ള ഫലമില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അത് അദ്ദേഹത്തിന് അറിയാം. ഇത് അങ്ങയുടെ പത്നി ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ
അങ്ങേക്കൊരു പുത്രനുണ്ടാവും. അങ്ങനെയാ പറഞ്ഞേക്കണേ. ഇത് അങ്ങയുടെ പത്നി ഭക്ഷിക്കണം, എന്നാൽ അങ്ങക്ക് ഒരു പുത്രനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു പഴം കയ്യിൽ കൊടുത്തു. അത് എങ്ങനെ വേണം? വെറുതെ ആ പഴം ഭക്ഷിച്ചത് കൊണ്ട് കാര്യമില്ല. എങ്ങനെയാ വേണ്ടേ? സത്യം ശൗചം ദയാദാനം ഏകഭക്തം ദുഭോജനം വർഷാവധി സ്ത്രീയാകാര്യം തേന പുത്രോതി നിർമ്മല. എന്താ ചെയ്യണ്ടേ? ഒരാണ്ടൊരിക്കലും ശൗചം, സത്യം, ദാനം, ദയാദിയും വ്രതമായി പത്നി ദീക്ഷിച്ചാൽ പുത്രൻ നിർദോഷനാം ദൃഢം. അപ്പോൾ പറഞ്ഞു ഒരു വർഷക്കാലം ശുചിത്വം, സത്യം, ദാനം, ദയ എന്നുള്ളത് എല്ലാ വിധത്തിലുള്ള ആ സത്വഗുണത്തിലിരിക്കണം ഒരു വർഷത്തോളം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ പത്നിക്ക്, അപ്പോഴും ആ ബ്രാഹ്മണനെന്നല്ല പറയണേ, പത്നിക്ക് ഒരു പുത്രനെ ലഭിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നാൽ ഒരു പുത്രനെ ലഭിക്കും എന്ന് പറയണു. ഏവന്മുക്തായയൗ യോഗി വിപ്രസ്തു ഗൃഹമാഗത പത്ന്യാ പാണോ ബലം ദത്വാ സ്വയം യാദസ്തു കുത്രചിത്. എന്നോതി യോഗി പോയപ്പോൾ ഗൃഹത്തിൽ ചെന്നുടൻ ഫലം പത്നീതൻ കയ്യിലേൽപ്പിച്ചിട്ടെങ്ങോ യാത്രയായി ദുജൻ. അപ്പോൾ പറഞ്ഞു, ഈ പഴം തിന്നിട്ട് ഒരു വർഷക്കാലം നീ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഈ ഒരു വർഷക്കാലം ഇതുപോലെ ആ സന്യാസി പറഞ്ഞ പോലെ ആ സത്വഗുണത്തോടു കൂടിയിട്ട് ഇരിക്കണം. ആ ദയോടു കൂടിയിട്ട് ദാനമൊക്കെ ചെയ്ത് ശരീരശുദ്ധി വയ്ക്കുക, പ്രാണികളിൽ കാരുണ്യം, ദീനന്മാർക്ക് ദാനം നൽകുക, ഒരു നേരം ഭക്ഷണം കഴിക്കുക, പകല് ഉറങ്ങാണ്ടിരിക്കുക, ഈശ്വരനാമങ്ങളെ ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വ്രതത്തോടു കൂടിയിട്ട് ഒരു വർഷം നീ ഈ പഴം കഴിച്ചതിന് ശേഷം ഒരു വർഷം വ്രതം അനുഷ്ഠിക്കണം. അപ്പോൾ നിനക്ക് പുത്രൻ ഉണ്ടാവുന്നതാ ആ ഭാര്യയോട് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് ഈ ഒരു വർഷക്കാലം ആ തപസ്സനുഷ്ഠിക്കാനോ തീർത്ഥയാത്രയ്ക്കോ എന്തിനോ വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണൻ അവിടെ നിന്നും പോയി. തരുണീ കുടിലാതസ്യ സഖ്യഗ്രേ ചരുതോ രുരോധഃ അഹോ ചിന്താമമോൽപ്പന്ന ബലം ചാഹം ന ഭക്ഷയേ ഫലഭക്ഷേണ ഗർഭസ്യാദ് ഗർഭേണോദരവർദ്ധിത സ്വൽപഭക്ഷ്യം തതോ ശക്തിർ ഗൃഹകാര്യം കഥം ഭവേത് വൈ ദൈവാദ് ഘാടിവ്രജേത് ഗ്രാമേ പാലയേത് ഗർഭിണീ കഥം സുഖവന്നിവസതേത് ഗർഭസ്ഥം കുക്ഷേ കഥം ഉത്സിച്ചേത്. ആ പഴം കൊടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ പത്നി കരയാണ്. കരഞ്ഞു തോഴിതൻ മുമ്പിൽ ചെന്ന തരുണി ദുർമതി, വയ്യനിക്ക് പഴം തിന്നാൻ ചിന്താവിവശയാണു ഞാൻ. പഴം തിന്നാൽ ഗർഭമുണ്ടാകും, ഗർഭത്താൽ വീർത്തിടും വയർ. ഉണ്ണാതെ ഞാൻ തളരുകിലൻ വീട് ആരു ഭരിച്ചിടും, തളരുകിൽ ആരൻ വീടു ഭരിച്ചിടും. തസ്കരന്മാരാക്രമിച്ചാൽ ഓടുമെമ്മട്ടു ഗർഭിണി, ശുഗൻ പോൽ വൈകിയാൽ ഗർഭം വിസർജിക്കേണ്ടതെങ്ങനെ. പല വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയണത്. അതായത് അവൾ പറയുകയാണ്, ഞാനിപ്പോൾ ഈ പഴം ഞാൻ ഭക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ പഴം ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല ഈ പഴം ഭക്ഷിക്കാൻ. കാരണം ഇത് കൂട്ടുകാരത്തിയുടെ അടുത്ത് ചെന്ന് കരയാണ്, ഞാനിത് കഴിച്ചു എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, എനിക്ക് പറ്റില്ല ഈ ഫലം ഭക്ഷിക്കണതുകൊണ്ട് എനിക്ക് ഗർഭം ഉണ്ടാവില്ലേ, ഗർഭം ഉണ്ടായി എൻ്റെ വയറ് വലുതാവും. അപ്പോൾ എനിക്ക് കുറേ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ഇത്തിരി ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാണ്ട് അങ്ങനെ അതുകൊണ്ട് എനിക്ക് ശക്തി ഇല്ലാണ്ടാവും. ശക്തി ഇല്ലാത്ത ഞാനെങ്ങനെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുക? അപ്പോൾ എനിക്ക് വീട്ടുപണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു നിലയ്ക്ക് ഒരു
കള്ളൻ വീട്ടിലേക്ക് കയറി വന്നു എന്ന് വിചാരിക്കുക. ഗർഭിണിയായ ഞാൻ എങ്ങനെ എണീറ്റ് ഓടാനൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിൽ അവൻ എന്നെ ഉപദ്രവിക്കില്ലേ. പിന്നെ അത് മാത്രമൊന്നുമല്ല, അപ്പോൾ ശുഗൻ്റെ കഥ പറയണ കേട്ടിട്ടുണ്ടല്ലോ. ശുഗൻ 16 വയസ്സ് വരെയാണ് ശുഗൻ അമ്മയുടെ ഗർഭത്തിലിരുന്നത്. അതുപോലെ ഇത് ഗർഭത്തിലിങ്ങനെ ഇരുന്നു വെച്ചാൽ ഞാൻ എങ്ങനെയാണ് പിന്നെ പ്രസവിക്കുക? അത് മാത്രമല്ല എൻ്റെ സൗന്ദര്യമൊക്കെ നശിച്ചു പോകും. അപ്പോൾ പിന്നെ അത്രയും സുന്ദരിയാണല്ലോ, അപ്പോൾ എൻ്റെ സൗന്ദര്യമൊക്കെ നശിക്കും. അത് കാരണം എനിക്ക് പറ്റില്ല, ഞാൻ ഈ പഴം കഴിക്കില്ല എന്ന് പറഞ്ഞ് കരയാണ്. തര്യച്ഛേദാഗതോ ഗർഭസ്ഥതാ മേ മരണം ഭവേത് പ്രസൂതൗ ദാരുണം ദുഃഖം സുകുമാരീ കഥം സഹേ. അപ്പോൾ പറയാണ്, ഇനിയിപ്പോൾ ആ വിലങ്ങി ശിശുഗർഭത്തിലൻ മൃതി നിശ്ചിതം പെറ്റാലും പേറേണ്ട ദുഃഖം എത്രമേൽ സുകുമാരി. ഞാൻ ഇത്ര സുന്ദരിയാണ്, ഞാൻ ഇതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ പ്രസവിക്കാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി വിലങ്ങനെ വന്നാൽ ഞാൻ മരിച്ചു പോയാലോ. അതൊന്നും ഇല്ലാണ്ട് ഇപ്പം നല്ലോണം പോലെ പ്രസവിച്ചു എന്നിരിക്കട്ടെ. പ്രസവിച്ചു കഴിഞ്ഞാലും ഞാൻ ദുഃഖിക്കുക തന്നെയല്ലേ വേണ്ട. എത്രയോ വിഷമങ്ങളാണ് ഞാൻ സഹിക്കേണ്ടി വരിക. അതൊന്നും സഹിക്കാൻ എനിക്ക് സാധിക്കില്ല. മന്ദായമ്മയി സർവസ്വം ജ്ഞാനാന്താ സംഹരേത്തതാ സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യതേ ലാളനെ പാളനെ ദുഃഖം പ്രസൂതായാശ്ച വർത്തതേ വന്ധ്യാധവാ വിധവാ നാരി സുഖിനീ ചേതി മേ മതി. അവൾ പറയണു, പിതൃ സഹോദരിമാർക്കും ശ്രദ്ധിച്ചില്ലെങ്കിലൊക്കെയും ഇതൊക്കെ ഞാൻ പ്രസവിച്ച് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്നെ നോക്കാനാന്നുള്ള ഭാവത്തിൽ എൻ്റെ അമ്മായിമാരൊക്കെ അവരൊക്കെ ഉണ്ടല്ലോ നോക്കാൻ വരുന്നവർ, അവരൊക്കെ വന്നിട്ട് എൻ്റെ മുതലൊക്കെ ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ സത്യശൗചാദി നിയമങ്ങളൊക്കെ പാലിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആരെ കൊണ്ടാവണോ അതൊക്കെ പാലിക്കാൻ. എനിക്കതൊന്നും പാലിക്കാൻ പറ്റില്ല. മാത്രമല്ല, പെറ്റാലോ പോറ്റി രക്ഷിക്കാനുള്ള പാടൊക്കെ വേറെയും സുഖം മച്ചിക്കും വിധവയ്ക്കും ആണെന്നോർത്ത് പോയി ഞാൻ. അപ്പോൾ പറയാണ്, പെറ്റാലും ഞാൻ കുട്ടിയൊക്കെ നോക്കി രക്ഷിക്കുക. ഉറങ്ങാൻ പറ്റില്ല, രാത്രി കിടന്നാൽ ഉറക്കമില്ല, കുട്ടി ഉറങ്ങുമ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഏത് സമയം കുട്ടി കരയണു, അതിൻ്റെ മലമൂത്രങ്ങളും കാര്യങ്ങളൊക്കെ നീക്കി അതിനെ നോക്കണം. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഞാൻ ആലോചിച്ചിട്ടെ എനിക്ക് തോന്നുന്നത് കുട്ടികളില്ലാത്തവർക്കും വിധവയ്ക്കൊക്കെയാണ് ഏറ്റവും സുഖം. അവരാ നല്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കണേന്ന് പറയണം. ഏവം കുതർക്കയോഗേന തദ്ഫലം നൈവ ഭക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ചേതി തയേരിതം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിന്നില്ല പഴമിമ്മട്ടിൽ ദുർവിചാരങ്ങളാലവൾ തിന്നുവോ പതി ചോദിച്ചു തിന്നുവെന്നവളോതിനാൾ. അത് കഴിഞ്ഞ് തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ആ ബ്രാഹ്മണൻ മടങ്ങി വന്നപ്പോൾ ചോദിച്ചു, വേണ്ടതുപോലെ ആ പഴം ഭക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കഴിച്ചു എന്ന് പറയുകയും ചെയ്തു. ഏകദാ ഭഗിനി തസ്യാ ഗൃഹേ സ്വേച്ഛയാഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹദീഹി മേ ദുർബലാദേന ദുഃഖേന ഹ്യനജേ കരവാണി കിം സാഭ്രവിൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂതിതാം താവത്കാലം സ ഗർഭേ വാ ഗുപ്താ തിഷ്ഠാ ഗൃഹേ സുഖം വിത്തം ത്വം പദേര്യശ്ച സതേ ദാസ്യതി ബാലകം. അങ്ങനെ അവയെ അങ്ങനെ ആ പഴമൊന്നും തിന്നില്ല. അങ്ങനെ കഴിയണ ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അവിടെ ചെന്ന പെങ്ങളോട് സഹോദരി അനിയത്തി അവിടെ എത്തി. പെങ്ങളോടോതിനാനവൾ ഉണ്ടായതൊക്കെ വല്ലാതെ ചിന്താപീഡിത ഇന്നു ഞാൻ. അതൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ആ പഴം തിന്നിട്ടില്ല. അപ്പോൾ അവൾക്ക് പേടിയുണ്ട്, ഈ പഴം തിന്നാൽ എന്തായാലും കുഞ്ഞുണ്ടാവും എന്നുള്ള. ഇനി ഭർത്താവ് അതിനെപ്പറ്റി, കാരണം ഭർത്താവിനോട് സ്നേഹമുണ്ട്, അത് നേരത്തെ പറഞ്ഞല്ലോ.
ആ ഭർത്താവിനെ പിണക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പഴം തിന്നു എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഭർത്താവ് പിണങ്ങുമെന്നൊക്കെ പേടിയുണ്ട്. അപ്പോൾ അത് പറഞ്ഞു. എന്തു ചെയ്യേണ്ടു ഞാൻ ദുഃഖമടക്കാൻ വയ്യ സോദരി, അവളോടോതി ഗർഭിണി ഞാൻ നിനക്കൻ കുഞ്ഞിനെ തരാം. പറഞ്ഞു, ഇതാ ഈ വിഷമം ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ആള് വന്ന് ചോദിക്കുമ്പോൾ പഴം തിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലം കണ്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കാവോ, എന്നെ ഉപേക്ഷിച്ച് പോവുമോ എന്നുള്ള ദുഃഖമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ സഹോദരി പറയേ, വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം ഗർഭിണിയാണ്, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം എന്ന് പറയാണ്. അന്നേ വരെ ഗർഭിണി പോൽ വാഴ്ക വീട്ടിലൊതുങ്ങി നീ, പണം കൊടുത്താലൻ കാന്തൻ നിനക്കൻ കുഞ്ഞിനെ തരും. അപ്പോൾ പറയാണ്, നീ അതുവരെ ഇപ്പം ഞാൻ ഗർഭിണിയാണല്ലോ, അപ്പോൾ എനിക്കിതാ ഗർഭമുണ്ട്, ഉണ്ടായിട്ടേ ഉള്ളൂ, അപ്പോൾ നീയും ഗർഭമുള്ള പോലെയൊക്കെ അഭിനയിച്ചിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് പോകാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിഞ്ഞോളൂ, കുറച്ച് ധനം കൊടുത്താൽ മതി, എൻ്റെ കുഞ്ഞിനെ ഇതാ എൻ്റെ ഭർത്താവ് നിനക്ക് തരും എന്ന് പറയാണ്. ഷൺമാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി, തമ്പാലം ഭയപോഷയിഷ്യാമി നിത്യമാഗത്യത്തെ ഗൃഹേ, ഫലമർപ്പയതനൈത്വം പരീക്ഷാർത്ഥം തു സാമ്പദം, യഥാ തത്തഥാചരിതം സർവം തഥൈവ സ്ത്രീ സ്വഭാവത. പറയണു, ഞാൻ പറയാം, എൻ്റെ കുഞ്ഞ് ദാ മരിച്ചുപോയി എന്ന് ഞാൻ പറയാം. 6-ാം മാസം മുതൽ കുഞ്ഞെന്നോത് മൃതൻ കുഞ്ഞെന്നോതും ഞാൻ, നാട്ടുകാരതും വിശ്വസിക്കും വളർത്തും ഞാൻ ഇങ്ങു വന്നെൻ കിടാവിനെ. ഇപ്പം എന്ത് ചെയ്യണോ? ഞാൻ പറയാം, എൻ്റെ കുട്ടി മരിച്ചുപോയി എന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക? ഇവിടെ നിനക്ക് ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കി വളർത്തിക്കോളാം, നിനക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞാൽ മതി. കുഞ്ഞിനെ പ്രസവിച്ചു, പാമ്പിൻ്റെ പാല് കൊടുക്കാൻ പാലില്ലാന്നോ എന്തെങ്കിലും സൂത്രം പറയുമ്പോൾ നിൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം, അപ്പോൾ നിനക്ക് കുഞ്ഞിനെ നോക്കുക എന്നുള്ള ബുദ്ധിമുട്ടും നീ അനുഭവിക്കേണ്ട എന്ന് ആ സഹോദരി പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്ത് ചെയ്തു? പരീക്ഷണാർത്ഥം പശുവിനു കൊടുത്തിട്ടുണ്ട് നീ പഴം, പറഞ്ഞു പോൽ തന്നെയെല്ലാം ചെയ്താൾ പെൺബുദ്ധിയാകയാൽ. ആ പരീക്ഷണാർത്ഥം എന്ത് ചെയ്തു? ആ പഴം അവിടെയുള്ള പശുവിന് കൊടുത്തു. കുട്ടി ഉണ്ടാവുമല്ലേ എന്നൊന്നും അറിയണമല്ലോ എന്ന് വെച്ചാൽ ആ പശുവിന് ആ പഴം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അധകാലേന സാ നാരീ പ്രസൂതാ ബാലകം തഥാ ആനീയ ജനഗോപാലം രഹസ്യേ ദുന്ദുലീതതോ. സഹോദരി യഥാകാലം പ്രസവിച്ചാളൊരുണ്ണിയെ ദുന്ദുലിക്ക് അച്ഛന് ഒളിവിൽ കൊണ്ടുവന്നേകി പുത്രനെ. ആ പ്രസവിച്ച കുട്ടി ആരും കാണാണ്ട് അവളുടെ അടുത്ത് കൊണ്ട് കെട്ടിയിട്ട് അവൾ പ്രസവിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞു. കാരണം ഈ ബ്രാഹ്മണൻ എപ്പോഴും ഗൃഹത്തിലൊന്നും ഇരിക്കണില്ല, അവൾ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്ഥിതിക്ക് അതുപോലെ അഭിനയിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം അത്രയും അതിൽ തീർത്ഥസ്നാനത്തിനോ ഇവിടേക്കൊക്കെ പോകുന്നുണ്ടാവും. എവിടേക്കെങ്കിലൊക്കെ പോണ സമയത്ത് ആരും അറിയാണ്ട് ആ സഹോദരി ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഇവരുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവൾ പ്രസവിച്ചു എന്ന് പറയാണ് ഉള്ളത്. തയാച കഥിതം ഭർത്രേ പ്രസൂത സുഖമർഭഗ ലോകസ്യ സുഖമുൽപ്പന്ന ആത്മദേവ പ്രചോദയാത്. പ്രസവം സുഖമായെന്നു കാന്തനോടോതി ദുന്ദുലി, ഉണ്ണിയുണ്ടായ ആത്മദേവനെന്നാഹ്ലാദിച്ചു നാട്ടുകാർ. അപ്പം നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം അത്രയും സാത്വികനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ഇദ്ദേഹത്തിന് കുഞ്ഞുണ്ടായി എന്ന് കേട്ടപ്പോൾ. ദദൗദാനം ദ്വിജാതിഭ്യോ ജാതകർമാ വിധായ ച ഗീതാവാദിത്രഘോഷാ തദ്വാരേ മംഗളം ബഹു. ജാതകർമ്മം നടത്തിച്ചു നൽകി വിപ്രകു ദക്ഷിണ, ഗീതാവാദിത്രഘോഷത്താൽ മുതിർന്നു വീട്ടിൽ മംഗളം.
ഭർത്തൃരഗ്രേ ബ്രവീദ്വാക്യം സ്തന്യം നാസ്തി കുചേ മമ അന്യസ്തന്യേന നിർദുഗ്ധ കഥം പുഷ്ണാമി ബാലകം മൽസ്നായ പ്രസൂതായ മൃദോ ബാലസ്തു വർത്തതേ തമാകാര്യ ഗൃഹേ രക്ഷ സാദേ ഗർഭം സാദേ അർഭം പോഷയിഷ്യതി. അപ്പോൾ പറയണു പിന്നെ ഭാര്യ ഭർത്താവിനോടോതി പാലില്ലൻ മുലയിൽ പ്രഭോ മുലയൂട്ടുന്നതിനെ മട്ട് ഏൽപ്പിക്കും മറ്റൊരുത്തിയെ. എനിക്കിതാ പാലില്ല, കുഞ്ഞിന് വിശന്ന് കരയണു, കുഞ്ഞിനാണെങ്കിൽ വേറെ ഒന്നും കൊടുക്കാനും പറ്റില്ല, വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ കുട്ടിയെ ഏൽപ്പിക്കാനും പറ്റില്ല, നമ്മൾ ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയല്ലേ, അതിനിപ്പോൾ വല്ലവർക്കും കൊടുക്കാൻ പറ്റുമോ? അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ സോദരി പെറ്റപ്പോൾ താൻ ആ കുട്ടി മരിച്ചുപോയി, അവളെ കൊണ്ടുവന്നാകിൽ എളുപ്പം ശിശുരക്ഷണം. എൻ്റെ സഹോദരി ഇതാ പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ അവൾക്കാണെങ്കിൽ മുലപ്പാൽ ധാരാളം ഉണ്ട്, അപ്പോൾ അവളെ കൊണ്ടുവന്നാൽ കുട്ടിയൊക്കെ അവൾ നല്ല പോലെ സംരക്ഷിക്കും എന്നുള്ളത് ഇതാ പറയണു. പതിനാ തൽകൃതം സർവം പുത്രരക്ഷേണ ഹേതവേ പുത്രസ്യ ദുന്ദുകാരീതി നാമാത്രം പ്രതിഷ്ഠിതം. പുത്രരക്ഷയ്ക്കുതൻ ഭാര്യ ചൊന്ന പോൽ ചെയ്തിതന്ത അന്തണൻ പുത്രനിട്ടു ധുന്ദുകാരി എന്നുടൻ നാമധേയവും. ആ ധുന്ദുലിയുടെ പേരിനൊക്കെ യോജിച്ചിട്ട് ധുന്ദുകാരി എന്ന് പേരൊക്കെ ഇട്ടു, സഹോദരിയെ കൊണ്ടൊന്ന് നിർത്തി കുട്ടിയെ നോക്കാനായിട്ട്. ത്രിമാസേ നിർഗതേ ജാഥ സാ ധേനു സുഷവേർഭകം സർവാംഗസുന്ദരം ദിവ്യം നിർമ്മലം കനകപ്രഭം. ഇതിനിടയ്ക്കൊരു അത്ഭുതം ഉണ്ടായി. ആ സഹോദരി വന്നിട്ട് പറഞ്ഞല്ലോ, നീ ആ പഴം എന്താ ചെയ്തേ, കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പശുവിന് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തുല്ലോ. ആ പശു ദാ പ്രസവിച്ചു. സാത്ഭുതം മൂന്ന് മാസം കൊണ്ടു പശു പെറ്റ കാളക്കിടാത്തനോ സർവാംഗ സുന്ദരൻ ദിവ്യൻ നിർമ്മലൻ കനകപ്രഭൻ. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, പക്ഷെ അത് മനുഷ്യനെ പോലെയായിരുന്നു. ആ ശരീരം മുഴുവനും ഒരു മനുഷ്യൻ്റെ പോലെ, ചെവി മാത്രമാണ് പശുവിൻ്റെ പോലെ, ബാക്കിയൊക്കെ മനുഷ്യനെ പോലെയുള്ള ഒരു കുട്ടിയാണ് പ്രസവിച്ചത്. ദുഷ്ടാപ്രസന്നോ വിപ്രസ്തു സംസ്കാരൻ സ്വയമാതേ മതാശ്ചര്യം ജനാ സർവേ ദിദൃക്ഷാർത്ഥം സമാഗത. സാത്ഭുതം കാളയ്ക്കു വേണ്ട സർവസംസ്കാരവും സ്വയം ചെയ്തു വിപ്രൻ ജനം വാർത്ത കേട്ടെത്തി കൺകുളിർക്കുവാൻ. ആ കാളക്കിടാവെന്നാണല്ലോ പശു പ്രസവിച്ചതിനെ പറയണത്, അതുകൊണ്ടാണ് ഇവിടെ കാള എന്ന് സംബോധന ചെയ്തത്. ഒരു മനുഷ്യക്കിടാവിനെ തന്നെയാണ് ആ പശു പ്രസവിച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംസ്കാര കർമ്മങ്ങളും എങ്ങനെയാണോ ഒരു പുത്രന് വേണ്ടി ചെയ്യുന്നത്, അതുപോലെ ആ കുഞ്ഞിനെയും തൻ്റെ പുത്രനാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാവിധവും ചെയ്തു കൊടുത്തു, എല്ലാ കർമ്മങ്ങളും ചെയ്തു. അപ്പോൾ അത് ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു വാർത്ത, ഒരു പശു ഒരു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ടാൽ എത്തിപ്പെടാത്തവരുണ്ടാവില്ലല്ലോ. അങ്ങനെ എല്ലാവരും ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി എന്നാണ് പറയുന്നത്. ഭാഗ്യോദയോധുനാജാത ആത്മദേവസ്യ പശ്യത ധന്വ ബാലപ്രസൂതസ്തു ദേവരൂപീതി കൗതുകം. ആത്മദേവനു ഭാഗ്യം വന്നുദിക്കുന്നതു നോക്കണേ, അത്ഭുതം പശുവും പെറ്റിട്ടിരിക്കുന്നു ദിവ്യബാലനെ. ആ ആത്മദേവന് ആ സന്യാസിയുടെ അനുഗ്രഹം ശരിക്കുണ്ട്, അതുകൊണ്ട് ആ പശുവിനും ഒരു പുത്രനുണ്ടായി എന്ന് പറഞ്ഞാൽ എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. നജ്ഞാത്വം തദ്രഹസ്യം തു കേനാപി വിധിയോഗത ഗോകർണം ച സതം ദൃഷ്ട്വാ ഗോകർണം നാമചാകരോത്. അറിഞ്ഞില്ല വിധിഹിതം കാരണം സത്യമാരുമേ. ഇതിപ്പോൾ ഈ പശുവിനെങ്ങനെയാ ഒരു മനുഷ്യക്കുഞ്ഞുണ്ടായെന്ന് ആരും ചിന്തിച്ചില്ല, അറിഞ്ഞൂല്ല. കാരണം അത് ആണ് വിധിയുടെ വൈപരീത്യം എന്നാ പറയുന്നത്. വിധി കൊണ്ട് അത് അനുഭവിക്കാൻ കിടക്കുന്നതൊക്കെ ഇത് മൂലമാണ്. അപ്പം അതുകൊണ്ട് ആരും അത് അന്വേഷിച്ചില്ല, അറിഞ്ഞൂല്ല. അത്ഭുതം പശുവും പെറ്റിരിക്കുന്നു ദിവ്യബാലനെ, അറിഞ്ഞില്ല വിധിഹിതം കാരണം സത്യമാരുമേ. വിളിച്ചു ഗോകർണൻ എന്ന ഗോകർണം പൂണ്ട കുഞ്ഞിനെ. ചെവി പശുവിനെ പോലെ ആയതുകൊണ്ട് അവനെ
ഗോകർണൻ എന്ന് പേരിട്ടു. കിയത്കാലേന തൗ ജാതൗ തരുണൗ തനയാ ഉഭൗ ഗോകർണ പണ്ഡിതോ ജ്ഞാനി ദുന്ധുകാരി മഹാഖല. അല്പകാലം കൊണ്ടു നേടി യുവത്വം 2 പുത്രരും ഗോകർണൻ പണ്ഡിതൻ ജ്ഞാനി ദുന്ധുകാരി മഹാഖലൻ. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞു, കുട്ടികളൊക്കെ യുവത്വം പ്രാപിച്ചു. വേണ്ടും വിധത്തിലുള്ള എല്ലാം ആ ബ്രാഹ്മണൻ ആ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണു. അവർക്ക് ആ വിദ്യയും അതൊക്കെ എല്ലാം ചെയ്തു കൊടുക്കണ്ടേ. പക്ഷേ ദുന്ധുകാരി അതൊന്നും ശ്രദ്ധിക്കാണ്ട് ദുഷ്ടനായിട്ട് തീർന്നു. പക്ഷേ ഗോകർണൻ എന്താ ചെയ്ത, അറിവൊക്കെ സമ്പാദിച്ചിട്ട് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് പണ്ഡിതനായിട്ട് തീർന്നു. സ്നാന ശൗചക്രിയാഹീന ദുർഭക്ഷി ക്രോധസംയുത ദുഷ്പരിഗ്രഹകർത്താച ശവഹസ്തേന ഭോജനം. കുളി ശൗചം കൃത്യമില്ലാതെന്തും തിന്നുന്ന നിർദ്ദയൻ ഇടം കൈകൊണ്ട് വാരി തിന്നിട്ടെന്തും തട്ടിപ്പറിപ്പവൻ. ആ ദുന്ധുകാരിയുടെ ദോഷമാണ് പറയേണ്ടത്. അതിന് സ്നാനം ശൗചം തുടങ്ങിയിട്ടുള്ള ബ്രാഹ്മണോചിതമായിട്ട് ഒരു കർമ്മങ്ങളും അനുഷ്ഠിക്കണില്ല. അതുപോലെ ദുഷിച്ച ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധത്തിലുള്ളതായിട്ടായാലുമുള്ള മത്സ്യമാംസാദികളായുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ പഴയ ഭക്ഷണങ്ങൾ, അതൊക്കെ അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയുള്ളതെല്ലാം ഭക്ഷിക്കുന്നവനാണ് ഇരിക്കുകയാണ്. അതുപോലെ ഇടത് കൈ കൊണ്ടും വലത്ത് കൈ കൊണ്ടൊക്കെ വാരി തിന്ന് അങ്ങനെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ആ ദുന്ധുകാരി വളർന്നു വന്നത് എന്ന് പറയുന്നു. ചൗര സർവജനദ്വേഷി പരവേശ്മ പ്രദീപക ലാളയന്നർഭകാൻ ദൃത്വാ സദ്യാഗൂപേന്യപാതയത്. ഹിംസകാ ശാസ്ത്രധാരി ച ദീനാന്ധാനം പ്രപീഡിക ചണ്ഡാളാഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത. കള്ളൻ ജനദ്രോഹി കാരുണ്യം പുരകത്തി. ഹരേ കൃഷ്ണ. കള്ളൻ ജനദ്രോഹി കാണും പുരകത്തിച്ചിടുന്നവൻ ലാളിച്ചെടുത്തുണ്ണികളെ കിണറ്റിലെറിയുന്നവൻ. ആ ദുന്ധുകാരി എന്ത് ചെയ്തു, കണ്ടെടുത്തുനിന്നൊക്കെ മോഷ്ടിക്കുകയാണ്. കണ്ട ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കും. എന്തെങ്കിലും ഒരു തീയിൻ്റെ ഒരു അംശം കിട്ടിയാൽ അങ്ങനെ നോക്കിയിട്ട് എവിടെയാണോ ഈ വീട് ഒലപ്പേരൊക്കെയുള്ള വീടുകളാവില്ല, അതിനൊക്കെ കൊണ്ടുവന്ന് തീയിടുക. എന്നിട്ട് ആ പുരകത്തണ കാണുമ്പോൾ കൈയൊട്ടി സന്തോഷിക്കുക. കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും, വാ മിഠായി തരാം എന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, കിണറ്റിൻ്റെ ഉള്ളിലെത്തിട്ടിട്ട് അവർ ആ കിണറ്റിൽ മുങ്ങിപ്പൊങ്ങി കാണുമ്പോൾ കൈയടിച്ച് ചിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ആ ചിരിച്ച് സന്തോഷിക്കുക, അതൊക്കെയാണ് അയാളുടെ ഹോബി എന്ന് പറയില്ലേ. അതിലാണ് സന്തോഷം കണ്ടെത്തിയേക്കണത്. അതുപോലെ അന്ധൻ ദീനൻ തൊട്ടവരെ കൊല്ലും സാധുഭീകരൻ പാപപ്രിയൻ കയറുമായി നെടുവീർപ്പിട്ടു പായുവോൻ. കണ്ണ് കാണാത്തവര് വയ്യാത്തവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വധിക്കുകയാണ് ചെയ്യണത്. അപ്പം അങ്ങനെ ആയുധമൊക്കെ എടുത്തിട്ട് കൊല്ലുക, ഓരോരുത്തരെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ഓരോ കഴുത്തിൽ കയറിടുക. വയ്യാത്ത ആൾക്കാരെ കഴുത്തിൽ എന്നിട്ട് നായയുടെ കഴുത്തിലൊക്കെ കയറിട്ടുന്ന പോലെ കയറിട്ട് വലിച്ച് നടക്കുക, എന്നിട്ട് സന്തോഷിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു ദുഷ്ടനായിട്ട് തീർന്നു ആ ദുന്ധുകാരി എന്നാണ്. തേന വേശ്യാപസംഗേന പൈത്ര്യം വിത്തം തു നാശിതം ഏകദാപിതരൗദാഢ്യ പാത്രാണി സ്വയമാഹരത്. സ്വത്തൊക്കെ വേശ്യകൾക്കായി മുടിച്ചു സ്വപിതാക്കളെ തല്ലി വാരിക്കൊണ്ടുപോയി കണ്ട പാത്രങ്ങളൊക്കെയും. അങ്ങനെ ഓരോന്ന് ചെയ്യാണ്. വേശ്യകളെ കൊണ്ടുവന്നിട്ട് ധനം മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് അവരായിട്ട് സുഖിക്കുക. അപ്പോൾ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുക. അവസാനം ധനമൊക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് വേശ്യാഗൃഹത്തിലൊക്കെ കൊണ്ടുകൊടുക്കുക. ത്വത്പിതാ കൃപണാ പ്രോച്ചൈർ ധനഹീനോരുരോധഃ വന്ധ്യത്യന്തു
സമീചീനം കുപുത്രോ ദുഃഖദായക. അച്ഛൻ നഷ്ടധനന്തീനൻ കരഞ്ഞാളുച്ചമിങ്ങനെ, വല്ലാത്ത മകനേക്കാളും ഇല്ലാത്തവൻ സുഖദായകൻ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ വല്ലാ മക്കളില് ഇല്ലാ മക്കൾ എന്നുള്ള സത്യം ബോധിച്ചു. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവണേക്കാളും ഭേദം ഉണ്ടാവാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എത്ര മനസ്സമാധാനം ഉണ്ടായിരുന്നു. ആ യതി എത്ര പറഞ്ഞതാണ് എന്നോട് അല്ലേ, ഒരു കുഞ്ഞിനെ യോഗമില്ല എന്ന്. എന്നിട്ട് ഞാൻ ഇരന്ന് വാങ്ങിയതല്ലേ ഇത്, എന്നിട്ട് ഞാൻ ഈ പുത്രനെ കൊണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നുല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി എന്ന് പറയാം. കുതിഷ്ഠാമി ഗച്ഛാമി കോമേ ദുഃഖം വ്യപോഹയേത്, പ്രാണം ത്യജാമി ദുഃഖേന ഹാ കഷ്ടം മമ സംസ്ഥിതം. പാർക്കുമെങ്ങെങ്ങു ഞാൻ പോകും, ആരുണ്ടെന്നഴൽ നീക്കുവാൻ, വിടും ഞാൻ അഴലാൽ പ്രാണൻ, ഹാ കഷ്ടം തന്നെ എൻ സ്ഥിതി. ഇതുവരെ കുഞ്ഞില്ലാണ്ട് ആ പ്രാണൻ പോക്കാനായിട്ടാണ് നടന്നത്. ഇപ്പോൾ എന്തുണ്ടായി, കുട്ടി ഉണ്ടായപ്പോൾ അതിൻ്റെ ദുഃഖം കൊണ്ട് ആകെ വിഷമിക്കണം. തദാനീം തു സമാഗത്യ ഗോകർണോ ജ്ഞാന സംയുത, ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ഉടനങ്ങെത്തി ഗോകർണൻ പരമജ്ഞാനമുള്ളവൻ, വിരക്തിയുടെ മാഹാത്മ്യം ബോധിപ്പിച്ചു പിതാവിനെ. പണ്ട് ആ യതി പറഞ്ഞു കൊടുത്തൂലേ ഇന്നതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം ഇതൊക്കെ അനുഭവിക്കാൻ ബാക്കി കിടക്കുകയാണ്. പിന്നെ എങ്ങനെയാ ആ വാക്കുകളെ സ്വീകരിക്കാൻ പറ്റുക? അപ്പോൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഇന്ന് അപ്പോൾ ഗോകർണൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛനെ. അന്ന് യതി പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് അച്ഛനെ മനസ്സിലാക്കിക്കുക. അസാരഖലു സംസാരോ ദുഃഖരൂപീ വിമോഹക, സുധ കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. നിസ്സാരമായ സംസാരം മോഹിപ്പിക്കുന്ന സങ്കടം, ആരുടേതിപ്പണം പുത്രൻ വേവിക്കും സ്നേഹമെപ്പോഴും. പറയണം ആരുടെ പുത്രനാണ്, ആരുടെയാണ് ധനം, എന്താണ് ഈ പുത്രനെയും ധനത്തിനെയൊക്കെ കരുതിയിട്ട് ആ ആത്മതത്വം മറന്ന് ജീവിക്കണ്ടല്ലോ. അങ്ങനെ ആരാണ് സ്നേഹിക്കേണ്ടത്? അവനെപ്പോഴും ഇതുപോലെ ദുഃഖത്തിൻ്റെ കൊടുംചൂടിൽ കിടന്നിട്ട് നീറിപ്പടയാൻ വേവുക, ദുഃഖത്തിൽ വേവുക എന്ന് പറയില്ലേ, അതുപോലെ ആവേണ്ടി വരികയാണ് എന്ന് പറയണം. നജേന്ദ്രസ്യ സുഖം കച്ചിൻ ദുഃഖം കച്ചിന്ന ദുഃഖം ചക്രവർത്തിന, സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്തജീവന. ചക്രവർത്തിക്കും ഇന്ദ്രനും ഇല്ലല്ലോ സുഖമൊട്ടുമേ, വിരക്തൻ ഏകാന്തജീവി മുനി മാത്രം സുഖിപ്പവൻ. അത് ആ സന്യാസി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയണത്. ഇപ്പം ചക്രവർത്തിയാണെങ്കിൽ ആ സുഖമായിട്ടാണോ ചക്രവർത്തി കഴിയണമെന്ന് വെച്ചാൽ അല്ല. ചക്രവർത്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാവില്ലേ, പല കാര്യത്തിലുണ്ട്. രാജ്യം വല്ലവരും തട്ടിക്കൊണ്ട് പോവോ, ധനം അപഹരിക്കുകയോ, തന്നെ വല്ലവരും ആക്രമിക്കുകയോ, ഒരിക്കലും സുഖമില്ല അല്ലേ. അങ്ങനെയുള്ളത് ഇന്ദ്രൻ പോലും ഇന്ദ്രപദവിയുടെ പേരിൽ ഇതെപ്പോഴാ തട്ടിക്കൊണ്ട് പോകാമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കണം. അവർക്കൊന്നുമില്ല. പക്ഷേ ഒന്നിനെയും പറ്റിയിട്ട് വേവലാതിപ്പെടാണ്ട് എപ്പോഴും ആ സമാധാനത്തിലിരിക്കുന്നത് സന്യാസി മാത്രമാണ്. അവർക്ക് ഒന്നും വേണ്ട, ഒന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അവരെപ്പോഴും ഈശ്വര ചിന്തയോട് കൂടിയിട്ട് നാമം ജപിച്ചുകൊണ്ട് ആ ലോക നന്മയ്ക്കായിക്കൊണ്ട് അവർ വസിക്കുന്നു. അവരുടെ ആ ശരീരം വീണാലെന്താ, വീണില്ലെങ്കിൽ എന്താ, ഭക്ഷണം കിട്ടുന്നുണ്ടോ, നാളെ ഭക്ഷണം ഉണ്ടാവുമോ, അടുത്ത നിമിഷം എന്താ, അതൊന്നും അവർ ചിന്തിക്കണില്ല. ഈ നിമിഷത്തിലാണ് അവർ ജീവിക്കുന്നത്. ഈ നിമിഷം ഉണ്ടെങ്കിൽ ആ നിമിഷം ഈശ്വരനാമം ജപിച്ച് ഈശ്വരനെ പൂജിച്ച് കഴിയുക, ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇത് മാത്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാത്രമേ ശരിയായ ആ സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. മുഞ്ചജ്ഞാനം പ്രചാരൂപം മോഹദോ നരകേ ഗതി, നിപതിഷ്യന്തി ദേഹോയം സർവം ദക്വാവനം വ്രജ. വിടൂ പുത്രാഖ്യമജ്ഞാനം മോഹിച്ചൽ നരകം ഫലം, എന്നെങ്കിലും വീഴുമുടൽ സർവം
വിട്ടണയൂവനം പറയണു. ദാ പുത്രൻ 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 എന്നും പറഞ്ഞിട്ടുള്ള അറിവില്ലാണ്ട് ദാ അതിൽ മോഹിച്ചിട്ടുണ്ടെങ്കിൽ നരകമായിരിക്കും ഫലം. അതിനൊക്കെ ഉപേക്ഷിച്ചോളൂ. ഈ ശരീരം എപ്പോൾ വേണമെങ്കിലും വീണു പോവാം. ആ ശരീരം വീണു പോകുന്നതിന് മുമ്പ് ദാ ഇവിടെ നിന്ന് ഇതെല്ലാം വിട്ടുപോയിട്ട് ആ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ആ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടൂന്ന് ഇവിടെ ഗോകർണൻ പറഞ്ഞു കൊടുക്കുന്നു. തദ്വാക്യം തു സമാകർണ്യ ഗന്ധുകാമാ പിതാ ബ്രവീത് കിം കർത്തവ്യം വനേ ദാദാ തത്വം വദ സവിസ്തരം. പൊക്കോളാൻ പറഞ്ഞുല്ലോ, കാട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ചോദിക്കുകയാണ്, അതു കേട്ടു വനം പോകാനുറപ്പിച്ചച്ഛനോദിനാൻ കാട്ടിൽ എന്തെൻ്റെ കർത്തവ്യം മകനെ വിവരിക്ക നീ. ഞാൻ കാട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയണില്ല, മോനെ അത് പറഞ്ഞു തരുമോന്ന് ഒരു ഗോകർണനോട് ചോദിക്കുകയാണ്. അന്ധകൂപേ സ്നേഹപാശൈർബന്ധ പാങ്കുരഹം ചഠ കർമ്മണ പതിതോ നൂനം മാം ഉദ്ധരദയാനിധേ. മമതാന്ധനായി പൊട്ടക്കിണറ്റിൽ പങ്കു ഞാൻ ചഠൻ സ്വകർമ്മത്താൽ വീണൊരെന്നെ ദയാലോ വീണ്ടെടുക്ക നീ. പറയാണ്, ആ മമത്വം കൊണ്ട് ആ സംസാരമാകുന്ന അന്ധകൂപത്തിൽ ഞാനിതാ വീണ് കിടക്കുകയാണ്. സ്നേഹപാശങ്ങളിൽ ബന്ധിക്കപ്പെട്ട പങ്കു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് അംഗവൈകല്യം മുടന്തൻ എന്ന് പറയില്ല, അതാണ് പങ്കും ലങ്കയതേരി മുടന്തനെയാണ് പങ്കും എന്ന് പറയണത്. ആ അന്ധകൂപത്തിൽ വീണ് കാല് ഇല്ലാത്ത ആള് ഒരു കിണറ്റിൽ വീണ് കിടക്കണ പോലെ ഈ സംസാര പാശങ്ങളിൽ ബന്ധിക്കപ്പെട്ടിട്ട് ഞാനിതാ ഈ ഗൃഹാന്ധകൂപത്തിൽ വീണ് കിടക്കണ വീട് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മകൻ എന്നും പറഞ്ഞ് ഈ ഗൃഹാന്തകൂപത്തിൽ ഞാൻ വീണു. എന്നെ വീണത് മാത്രമല്ല, എനിക്ക് കാലിന് മുടന്താണ്, നടക്കാൻ അത് നേർവഴി എങ്ങടാ പോണ്ടേന്ന് അറിയാത്ത അവസ്ഥ, അതാണ് മുടന്തെന്ന് പറയണത്. എന്നെ ബന്ധിച്ചിട്ടാണ് ഇട്ടേക്കണേ, വെറുതെയാണോ കിടക്കണേ കിണറ്റിൻ്റെ ഉള്ളിലല്ല, സ്നേഹപാശം കൊണ്ട് ബന്ധിച്ചിരിക്കണം. അപ്പോൾ സ്നേഹപാശമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് എനിക്ക് വേണ്ടതുപോലെ എന്താ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് ആ മകനെ നമസ്കരിക്കുകയാണ്. ഗോകർണ ഉവാച ദേഹസ്തി മാംസ രുധിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗദിതം ക്ഷണഭംഗനിഷ്ടം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ ധർമ്മം ഭജസ്വ സതതം ത്യജ ധർമ്മലോകാൻ സേവസ്വ സാധുപുരുഷൻ ജഹി കാമതൃഷ്ണം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത ശൈവീകഥാരസമഹോ നിരതാംബിഭത്വം. ഇപ്പോൾ ഗോകർണൻ പറയാണ്, ഗോകർണൻ പറഞ്ഞു, ഞാൻ എല്ലിറച്ചി നിണമൊത്ത ശരീരമെൻ്റെ ദിഭാര്യയും സുതനുമീ നുണ നീ മറയ്ക്കൂ കാണിജഗത്തു മുഴുവൻ ക്ഷണികത്വനിഷ്ടം വൈരാഗ്യ ഭക്തിരസികത്വമുടൻ ലഭിക്കും. പാലിക്ക ധർമ്മം ഒഴിവാക്കുക ലോകധർമ്മം സേവിക്ക നല്ലവരെ നീ വിടുകാമദാഹം അന്യന്റെ ദോഷഗുണചിന്തയുടൻ നിർത്തി ത്രിപാദസേവന കഥാസുധ ആസ്വദിക്കൂ. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗോകർണൻ പറയണു. ആ ഗോകർണൻ പറയാണ്, ഈ ശരീരം എങ്ങനെയാണ്, അസ്ഥി മാംസം രക്തം ഇതൊക്കെ ചേർന്നുണ്ടായ ശരീരത്തിൽ ഞാനെന്നുള്ള ബുദ്ധി കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ പുത്രൻ, എൻ്റെ ധനം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗൃഹം എന്ന് പറഞ്ഞിട്ടുള്ള വിചാരങ്ങളൊക്കെയാണ് ദോഷം. അതിനൊക്കെ ഉപേക്ഷിക്കൂ.
ഈ ലോകം ക്ഷണം തോറും നശിക്കുകയാണ്, അടുത്ത നിമിഷം എല്ലാം ഇല്ലാണ്ടാവാം എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തെ ബോധിക്കൂ. ആ എല്ലാത്തിനും വിരക്തിയെ സമ്പാദിച്ചിട്ട് ആ ഭക്തി കൊണ്ട് ഭക്തിയിൽ ഭഗവാന്റെ പാദത്തിൽ ആ ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവാനായിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നതാ പറയണു. എപ്പോഴും സ്വധർമ്മത്തെ വിടാണ്ട് സ്വീകരിക്കുക, പരധർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക. അതായത് ഒരു മനുഷ്യൻ്റെ സ്വധർമ്മം എന്താണെന്നാണ് അവിടെ പറയുന്നത്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ അവൻ നേടേണ്ടത് ഈശ്വര സാക്ഷാത്കാരമാണ്. ആ ധർമ്മത്തെ വിടാണ്ട് ഇരിക്കുക ചെയ്യേണ്ടത്, അങ്ങനെ ആശ്രയിക്കുക. അതുപോലെ ആ വിഷയഭോഗത്തെയൊക്കെ വെടിയുക. അതുകൊണ്ടൊന്നുമില്ല. അന്യരുടെ ഗുണങ്ങളോ ദോഷങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ട് വെറുതെ സമയം കളയാണ്ടിരിക്കുക. ഈശ്വര കഥാമൃതത്തെ ആവോളം പാനം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മ പ്രാരാബ്ധങ്ങളെയും ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് പറയണു. ഏവം സുതോക്തി വശതോ വിഗൃഹം വിഹായ യാദോ വനം സ്ഥിരമതിർഗത 6 വർഷ യുക്തോ ഹരേരനുദിനം പരിചര്യയാസു ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാത്. ഏവം സുരോക്തി വഴി വീടു വെടിഞ്ഞു കാടും പോകി ദശമം സ്ഥിരബുദ്ധി പിന്നെ ശ്രീകൃഷ്ണ പൂജയിൽ മനസ്സു രമിച്ചു സച്ചിദാനന്ദ നിർവൃതനായി ഗത 6 പൂർത്തി. അങ്ങനെ ആ മകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാത്തിനെയും വിട്ടുകൊണ്ട് ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചു എന്ന് പറയാണ്. ഭഗവാൻ കാട്ടിൽ പോയിട്ട് ആ കാട്ടിൽ പോയി ഇരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ദിവസം പൂജിക്കുകയാണ്. ദശമസ്കന്ധം ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ പൂജിച്ചു എന്നാണ് പറയണേ. അങ്ങനെ പൂജിച്ചു. ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ആ ദിവസവും ശ്രീഹരിയെ പൂജിച്ചിട്ട് അവസാനം ആ കൃഷ്ണൻ്റെ 60 വയസ്സ് കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ ആ സമയത്താണ് കാട്ടിൽ എത്തണത്. അപ്പോൾ നോക്കൂ, നമുക്കൊക്കെ തോന്നുകയാണ് ഇത്രയും പ്രായമായില്ലേ, ഇതുവരെ ആ ഭാഗവതം നമ്മളൊന്നും എടുത്ത് നോക്കിയില്ലല്ലോ, ഇതുവരെ അത് കിട്ടിയില്ലല്ലോ, ഇതുവരെ അങ്ങനെ ചെയ്തില്ലല്ലോ, സമയം മുഴുവൻ വേഗം പോയില്ലേ, ആയുസ്സൊക്കെ വെറുതെ നഷ്ടമാക്കിയില്ലേ എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. ഏത് വയസ്സിലായാലും ഇനി ഉള്ള കാലം എത്ര കാലമാണോ, എത്ര നിമിഷമാണോ, എത്ര മാത്രയാണോ നമ്മുടെ മുമ്പിലുള്ളത്, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ട് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ആ ഈശ്വരനെ ഹരികഥാമൃതത്തെ പാനം ചെയ്യൂ, ഭാഗവതത്തെ പാനം ചെയ്യൂ എന്ന് പറയണം. അങ്ങനെ ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിച്ച് അവസാനം ആ ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഈ ഒരു ഭാഗവത മാഹാത്മ്യത്തിൻ്റെ 4ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ 4ാധ്യായ. അങ്ങനെ ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിലെ 4ാമത്തെ അധ്യായം ഇവിടെ സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാരായണം ചെയ്തതെല്ലാം അക്ഷരപ്പൂക്കളായിട്ട് പ്രേമപുഷ്പാഞ്ജലിയായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും എല്ലാ ഭക്തരുടെ പാദങ്ങളിലും ഒരുപോലെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഇത് വേണ്ടതുപോലെ യാതൊരു വിധത്തിലുള്ള തടസ്സവും കൂടാണ്ട് വേണ്ടതുപോലെ ഇത് പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീ രാധേശ്വര.